ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടു കഴിഞ്ഞാണ് ഇപ്പോഴും നോക്കാൻ പോകുന്നത് സാബി അലോൺസോ ആണോ ന്യൂ സാബി അലോൺസോ ആണോ ബെറ്റർ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളെന്താക്കി കോൺട്രാക്റ്റിൽ പോവുക. ഓക്കെ, മാനേജർ ലിസ്റ്റല്ല ബാക്സിൽ സാബി അലോൺസോ വന്നിട്ടുണ്ട്. സാബി അലോൺസിൻ്റെ കാർഡൊന്ന് നോക്കി നോക്കാം നമുക്ക്. പുതിയ സാബി അലോൺസോയിൽ എന്താണ് പൊസിഷൻ ബൂസ്റ്റർ ക്വിക്ക് കൗണ്ടറായിരുന്നു മെയിൻ ആട്രിബ്യൂട്ട്. ഇത് തന്നെയാണ് ഓൾഡിലും കൊടുത്തത് ക്വിക്ക് കൗണ്ടറാണ്. അതുപോലെ തന്നെ ഇതിലും പുതിയ സാബിക്ക് മിഡ്ഫീൽഡ് പ്ലെയേഴ്സിനെയാണ് ഇൻക്രീസ് ചെയ്യുക. അതുകൊണ്ട് മിഡ്ഫീൽഡിന് അങ്ങോട്ട് ബോൾ പോകാനും ബോൾ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. മിഡ്ഫീൽഡേഴ്സിന് ഇതിന് ആക്യുറേറ്റ് ആയിട്ടാണ് ഈ സാബി അലോൺസോ. ബട്ട് കഴിഞ്ഞ സാബി അലോൺസോ അണ്ടർ-23 ആണ്. 23 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാനായിരുന്നു കഴിഞ്ഞ സാബി അലോൺസോനെ യൂസ് ചെയ്തത്, ഓൾഡ് സാബി അലോൺസോ. അതുകൊണ്ട് ഏറ്റവും നല്ല ഈ ആക്സിലറേഷനാണ് ബൂസ്റ്റ് കൊടുത്തത്. മറ്റേ ആക്സിലറേഷൻ ആണെന്ന് തോന്നുന്നു അങ്ങനെ വെച്ച്. അപ്പോൾ സാബി അലോൺസോനെ നോക്കുകയാണെങ്കിൽ നല്ല കാർഡ് തന്നെയാണ്. ഓൾഡ് സാബി അലോൺസോ നോക്കുകയാണെങ്കിൽ പൊസിഷൻ ബൂസ്റ്ററും പൊസിഷൻ ഗെയിമും ഔട്ട് വൈഡും എങ്ങാനായിരുന്നു. ഇപ്പോൾ പൊസിഷൻ ഗെയിമും ക്വിക്ക് കൗണ്ടറും ഔട്ട് വൈഡും ആയിരുന്നു. ഇപ്പോൾ ക്വിക്ക് കൗണ്ടറും പൊസിഷൻ ഗെയിമും ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനുകൂടി ക്വാളിറ്റി ഉള്ളത് ഈ സാബി അലോൺസോയാണ്. നിങ്ങളിപ്പോൾ ക്വിക്ക് കൗണ്ടർ കളിക്കുന്ന ആളാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് ഗോൾ അടിച്ചിട്ട് പൊസിഷൻ ഗെയിമിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ സാബി അലോൺസോനെ യൂസ് ചെയ്യുക. മറ്റേ സാബി അലോൺസോ ഉള്ളവർ ട്രൈ ചെയ്യുന്നതിന് വിഷയമില്ല. 500 കോയിൻ ഉള്ളവർ പുതിയ മാനേജറിനെ വേണമെന്നുള്ളവർ ഈ മാനേജറിനെ എടുക്കുന്നത് നല്ലതാണ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.